വെൽക്കം യു ഓൾ. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ലീനിയർ ക്യൂ ഓപ്പറേഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ലീനിയർ ക്യൂ എന്താണ് എന്നുള്ളതും ലീനിയർ ക്യൂയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില സ്പെസിഫിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അതേ കണ്ടീഷൻസ് യൂസ് ചെയ്ത് ലീനിയർ ക്യൂയിൽ രണ്ട് ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം രണ്ട് ഓപ്പറേഷൻസാണ് ഒരു ക്യൂയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത്. ഒന്ന് എൻ ക്യൂ ഓപ്പറേഷനും മറ്റൊന്ന് ഡി ക്യൂ ഓപ്പറേഷനും. എന്താണ് എൻ ക്യൂ ഓപ്പറേഷൻ? ഇൻസേർഷൻ ഓഫ് എ ന്യൂ എലമെൻറ്റ് ഇൻ ടു ദ ക്യൂ. ക്യൂവിലേക്ക് ഒരു പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻ ക്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡി ക്യൂവോ? എക്സിസ്റ്റിംഗ് എലമെൻറ്റ് ഫ്രം ദ ക്യൂ ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് ഡി ക്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർഷൻ എൻ ക്യൂവും ഡിലീഷൻ ഡി ക്യൂവും. എൻ ക്യൂ ഏത് എൻഡിലൂടെയാണ് നടക്കുന്നത്? എന്താ സംശയം? എൻ ക്യൂ റിയർ എൻഡിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഡി ക്യൂവോ? ഡി ക്യൂ ഡിലീഷൻ ആയതുകൊണ്ട് തന്നെ ഡി ക്യൂ ഫ്രണ്ട് എൻഡിലൂടെ നടക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ എൻ ക്യൂ ആൻഡ് ഡി ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ പ്രോഗ്രാമിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് എൻ ക്യൂ ഓപ്പറേഷൻസ് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ എൻ ക്യൂ ആണ്, ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എലമെൻറ്റ് വേണ്ടേ? ഓക്കെ, അപ്പോൾ ആ എലമെൻ്റാണ് നമ്മളിവിടെ ആർഗ്യുമെൻ്റായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എൻ ക്യൂ ഓഫ് ഐ. ഐ ഈസ് എൻ ഐറ്റം. ഏത് ഐറ്റം? ഇൻസേർട്ട് ചെയ്യപ്പെടേണ്ട ഐറ്റമാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യപ്പെടേണ്ട ഐറ്റം ഏതോ അത് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. ശരി, ഇനി എൻ ക്യൂ ഫംഗ്ഷനിൽ ആദ്യം നമ്മൾ ഏത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മളൊരു പുതിയ ഐറ്റം ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ ക്യൂവിൽ സ്പേസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. എക്സിസ്റ്റിംഗ് ക്യൂവിലെ എല്ലാ പൊസിഷൻസും ഫിൽഡ് ആണോ? ക്യൂ ഓൾറെഡി ഫിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഇനി വേക്കൻറ്റ് സ്പേസസ് ഒന്നും കാണാൻ വഴിയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ക്യൂവിൽ പുതിയ എൻട്രിക്ക് സ്റ്റോർ ചെയ്യാൻ വേക്കൻറ്റ് സ്പേസ് ഉണ്ടോ എന്നാദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു 1 ആൻഡ് റിയർ ഈക്വൽ ടു n. ഇങ്ങനൊരു കണ്ടീഷൻ അങ്ങ് ചെക്ക് ചെയ്യും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫ്രണ്ടും റിയറും രണ്ട് പോയിൻറ്റേഴ്സാണ്. ഫ്രണ്ട് എന്ന് പറയുന്ന പോയിൻ്റർ യൂസ് ചെയ്യുന്നത് ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ റിയർ എന്ന് പറയുന്ന പോയിൻ്റർ ഉപയോഗിക്കുന്നത് ക്യൂവിലെ ഏറ്റവും ഒടുവിലിരിക്കുന്ന എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാനാണ്. അപ്പം ക്യൂവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന എലമെൻറ്റിനെയും ലാസ്റ്റിലിരിക്കുന്ന എലമെൻറ്റിനെയും പോയിൻ്റ് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന രണ്ട് പോയിൻ്ററുകളാണ് ഫ്രണ്ടും റിയറും. ഫ്രണ്ടിൻ്റെ വാല്യൂ 1ഉം അതേസമയം റിയറിൻ്റെ വാല്യൂ n-ഉമാണ്. എന്താണ് ഈ n? n എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യൂവിൻ്റെ ലാസ്റ്റ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഫ്രണ്ട് എന്ന ഫസ്റ്റ് പൊസിഷനെ പോയിൻ്റ് ചെയ്യും. ഫ്രണ്ട് എന്ന പോയിൻ്റർ ഫസ്റ്റ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുകയും റിയർ എന്ന പോയിൻ്റർ ആ ക്യൂവിൻ്റെ ലാസ്റ്റ് പൊസിഷനെയും പോയിൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിലവിൽ ക്യൂവിൽ ഒരു പൊസിഷൻ പോലും വേക്കൻ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഒരു പൊസിഷൻ പോലും ഇല്ലെങ്കിൽ ക്യൂ ഫുള്ളാണെന്നർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം? ക്യൂ ഈസ് ഫുൾ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം, അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താ? യു കനോട്ട് ഇൻസേർട്ട് ദ വാല്യൂ ഇൻ ടു ദ ക്യൂ. ക്യൂവിൽ വേക്കൻറ്റ് സ്പേസേ ഇല്ല, പിന്നെ എവിടെ ഇൻസേർട്ട് ചെയ്യും? ഇൻസേർഷൻ ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത ശേഷം യു ക്യാൻ സിംപ്ലി ക്വിറ്റ് ഫ്രം ദ അൽഗോരിതം. അൽഗോരിതത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക. എന്താ കാര്യം? വേക്കൻറ്റ് സ്പേസ് ഇല്ല, ഇൻസേർഷൻ പോസിബിൾ അല്ല. സോ വി ഹാവ് ടു ക്വിറ്റ് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെന്ന് കരുതുക. എന്താണ് അതിൻ്റെ അർത്ഥം? ക്യൂ ഫുള്ളല്ല എന്ന് വെച്ചാൽ ക്യൂവിൽ വേക്കൻറ്റ് സ്പേസസ് ഉണ്ടെന്നർത്ഥം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. എൽസ് ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ന പോയിൻ്ററിൻ്റെ വാല്യൂവും റിയർ എന്ന പോയിൻ്ററിൻ്റെ വാല്യൂവും നള്ളിനോട് ഈക്വൽ ആണോ? ഈ രണ്ട് പോയിൻറ്റേഴ്സും നള്ളാവുക എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താ? രണ്ട് പോയിൻറ്റേഴ്സും ക്യൂവിൻ്റെ ഒരു ലൊക്കേഷനെയും പോയിൻ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ക്യൂ ഈസ് എംപ്റ്റി. ക്യൂവിൽ ആരുമില്ല, ക്യൂവിൽ ഒരു എലമെൻറ്റ് പോലും ഇപ്പോൾ ഇല്ല.
അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പെർഫോം ചെയ്യുന്ന എൻ ക്യൂ ഓപ്പറേഷനിലെ ഐ എന്ന എലമെൻറ്റ് ആ ക്യൂവിലെ ആദ്യത്തെ എലമെൻ്റാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ ക്യൂ എം ടിയാണ്. എം ടി ആയ ഒരു ക്യൂയിലേക്കാണ് ആദ്യമായി ഞാനൊരു ഐറ്റം ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഐറ്റം ഏത് പൊസിഷനിൽ ആഡ് ചെയ്യപ്പെടണം? ഫസ്റ്റ് പൊസിഷനിലേക്ക് ആഡ് ചെയ്യപ്പെടണം അല്ലേ? എം ടി ആയ ഒരു ക്യൂവിൽ ആദ്യമായി ഒരു ഐറ്റം ആഡ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ അത് ഫസ്റ്റ് പൊസിഷനിലേക്കാണ് ആഡ് ചെയ്യപ്പെടേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ട് എന്ന പോയിൻ്ററിൻ്റെ വാല്യൂവും റിയർ എന്ന പോയിൻ്ററിൻ്റെ വാല്യൂവും 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യൂ എം ടി ആണെന്നും ക്യൂവിൻ്റെ ആദ്യത്തെ എലമെൻ്റാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിൻ്ററുകളുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ടും ഫസ്റ്റ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു, റിയറും ഫസ്റ്റ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? The first element is to be inserted at this position. ഓക്കെ, ഇനി രണ്ട് പോയിൻ്ററും ഒരേ ലൊക്കേഷനിൽ പോയിൻ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് that there is only one element in the queue. ക്യൂവിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എം ടി ക്യൂയിലേക്കാണ് നമ്മൾ ഇൻസേർഷൻ പെർഫോം ചെയ്യുവാൻ പോകുന്നതെങ്കിൽ ഫ്രണ്ട് എന്ന പോയിൻ്ററിൻ്റെ വാല്യൂവും റിയർ എന്ന പോയിൻ്ററിൻ്റെ വാല്യൂവും 1 ആയിട്ട് സെറ്റ് ചെയ്യുക. ആൻഡ് വിച്ച് മീൻസ് both the pointers are pointing to the first location of the queue and the new item is to be inserted at the first position. ഓക്കെ, ശരി. പോയിൻറ്റേഴ്സ് സെറ്റ് ചെയ്ത ശേഷം ആ പൊസിഷനിലേക്ക് നമ്മൾ എൻട്രി ആഡ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ക്യൂവിൻ്റെ റിയർ പൊസിഷനിലേക്ക് ഐ എന്ന എലമെൻറ്റിനെ ആഡ് ചെയ്യുക. ക്യൂവിൻ്റെ റിയർ പൊസിഷനിലേക്ക്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ബ്രാക്കറ്റിൽ റിയർ എന്ന് എഴുതിയത്? കാരണം ഇൻസേർഷൻ ഏത് എൻഡിൽ മാത്രമേ നടക്കുകയുള്ളൂ? റിയർ എൻഡിലേ നടക്കത്തുള്ളൂ അല്ലേ? ഫ്രണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ഡിലീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 1 ആയി സെറ്റ് ചെയ്ത ശേഷം ആ പൊസിഷനിലേക്ക് ഒരു എൻട്രിയെ നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് കാണിക്കാനായി ക്യൂ ഓഫ് റിയർ, ക്യൂവിൻ്റെ റിയർ പൊസിഷനിലേക്ക് ഐ എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, ശരി. ഇനിയും ഈ കണ്ടീഷനും ഫോൾസ് ആണെന്ന് കരുതുക. അതായത് ഫസ്റ്റ് കണ്ടീഷനും ഫോൾസായി, സെക്കൻഡ് കണ്ടീഷനും ഫോൾസായി. അതായത് ക്യൂ ഫുള്ളല്ല, ക്യൂവിൽ സ്പേസുകളുണ്ട്. ക്യൂ എം ടിയുമല്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് എലമെൻ്റ് അല്ല. നിലവിൽ ആ ക്യൂവിൽ ഇനിയും വേക്കൻറ്റ് സ്പേസുകളുമുണ്ട്, കുറച്ച് എലമെൻറ്റുകളുമുണ്ട്. എങ്കിൽ ഇപ്പോൾ റിയർ ഏത് പൊസിഷനെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലേക്ക് നമുക്ക് പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണ് എങ്കിൽ മാത്രം നമ്മൾ തേർഡ് കണ്ടീഷനിലേക്ക് പോകുന്നു. അതായത് ക്യൂ ഫുള്ളുമല്ല, ക്യൂ എം ടിയുമല്ല എങ്കിൽ ഇപ്പോൾ ഇൻസേർഷന് തൊട്ട് മുൻപ് റിയർ ഏത് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നുവോ അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലേക്കാണ് എലമെൻ്റ് ആഡ് ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിയറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം. എങ്കിലേ റിയർ തൊട്ടടുത്ത പൊസിഷനെ പോയിൻ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ റിയർ പൊസിഷനിലേക്ക് ഐറ്റത്തിനെ ആഡ് ചെയ്യാം. വളരെ സിമ്പിൾ. 3 കാര്യങ്ങളെ ഇവിടെ ഉള്ളൂ. ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഇൻസേർഷൻ പോസിബിൾ അല്ല, ക്യൂ ഫുൾ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് എക്സിറ്റ് ചെയ്യാം. അതല്ല ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യൂവിലെ ഫസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് രണ്ട് പോയിൻറ്റേഴ്സിൻ്റെയും വാല്യൂ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്ത ശേഷം ക്യൂവിൻ്റെ റിയർ എൻഡിലേക്ക് എലമെൻറ്റിനെ ആഡ് ചെയ്യുക. ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രം കറണ്ട് വാല്യൂ ഓഫ് റിയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. വിച്ച് മീൻസ് വി ആർ മൂവിങ് റിയർ ബൈ 1. റിയർ തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് പുതിയ റിയർ പൊസിഷനിലേക്ക് എലമെൻറ്റിനെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻ ക്യൂ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡി ക്യൂ എന്ന ഡിലീറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഡി ക്യൂൻ്റെ അൽഗോരിതം. ഡി ക്യൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാൻ ക്യൂയിൽ എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. എലമെൻറ്റുകൾ ഉണ്ടെങ്കിലല്ലേ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ ആണോ എന്ന്. ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ
ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ 0 ആണോ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ രണ്ട് പോയിൻ്ററിൻ്റെയും വാല്യൂ നള്ളോ 0യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യൂവിൽ എലമെൻറ്റുകൾ ആരും തന്നെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അറേ പൊസിഷനെ ഇവർ പോയിൻ്റ് ചെയ്തേനെ. പക്ഷേ രണ്ടും 0യെ പോയിൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ദെർ ആർ നോ എലമെൻറ്റ്സ് ഇൻ ദ ക്യൂ. എലമെൻറ്റുകളെ ഇല്ലെങ്കിൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ഡിസ്പ്ലേ ചെയ്യണം? വി ഹാവ് ടു ഡിസ്പ്ലേ ദ മെസ്സേജ് ക്യൂ ഈസ് എംപ്റ്റി. ഇതൊരു എംപ്റ്റി ക്യൂ ആണ്, ഇവിടെ ഡിലീഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലി എക്സിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെന്ന് കരുതുക. വിച്ച് മീൻസ് ക്യൂ ഈസ് നോട്ട് എംപ്റ്റി. ക്യൂവിൽ എലമെൻറ്റുകളുണ്ട്, ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട എലമെൻറ്റുകൾ ഇനിയും ആ ക്യൂവിലുണ്ട് എങ്കിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോകുന്നു. സോ വി ആർ ഗോയിങ് ടു ചെക്ക് ദ സെക്കൻഡ് കണ്ടീഷൻ. എന്താണത്? എൽസ് ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ നോട്ട് ഈക്വൽ ടു നൾ എന്ന് വെച്ചാൽ ഫ്രണ്ടും റിയറും ഈക്വലാണ്. ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ആർ ഈക്വൽ ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ ടു നൾ. ഇതെപ്പോഴാണ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഫ്രണ്ടും റിയറും ഈക്വലാണ് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ പോയിൻറ്റേഴ്സ് ആർ പോയിൻറ്റിങ് ടു ദ സെയിം ലൊക്കേഷൻ. ഒരേ ലൊക്കേഷനിലേക്കാണ് ഈ രണ്ട് പോയിൻ്ററുകളും പോയിൻ്റ് ചെയ്യുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ക്യൂയിൽ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ എന്ന് കരുതുക. ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും ആ ഒരു എലമെൻറ്റ് തന്നെയാണ് എങ്കിൽ ഈ സാഹചര്യത്തിൽ മാത്രമേ ഫ്രണ്ടും റിയറും സെയിം എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടീഷൻ ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് റിയർ ആർ ഈക്വൽ വിച്ച് മീൻസ് ബോത്ത് ദ പോയിൻറ്റേഴ്സ് ആർ പോയിൻറ്റിങ് ടു ദ സെയിം ലൊക്കേഷൻ. ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഇസ് എ സിംഗിൾ എൻട്രി ഇൻ ദ ക്യൂ ആൻഡ് ബോത്ത് ഓഫ് ദം ആർ നോട്ട് ഈക്വൽ ടു നൾ. ഈക്വൽ ടു നൾ ആയിരുന്നെങ്കിലോ എംപ്റ്റി ക്യൂ ആയി പോയേനെ. അപ്പോൾ ഫ്രണ്ടും റിയറും ഈക്വൽ ആണ് ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ ടു നൾ വിച്ച് മീൻസ് ബോത്ത് ഓഫ് ദം ആർ ഹാവിങ് സം പൊസിഷൻസ് ഇൻ ഇറ്റ്. 0 അല്ലാതെ മറ്റെന്തോ ഒരു വാല്യൂ രണ്ട് പേരിലുമുണ്ട് ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഹാവിങ് ഈക്വൽ വാല്യൂസ്. ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത് ക്യൂ ഈസ് ഹാവിങ് ഓൺലി വൺ എലമെൻറ്റ് ഇൻ ഇറ്റ്. ശരി, കണ്ടീഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കണ്ടീഷൻ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണ് എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം ക്യൂവിൽ ഒരു എലമെൻറ്റേ ഇനി ബാക്കിയുള്ളൂ. നമ്മൾ എന്താ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിലീഷൻ ഓപ്പറേഷൻ. ആകെ ഒരു എലമെൻറ്റേ അതിനകത്തുള്ളൂ, അതും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യൂ എംപ്റ്റി ആവും. അറ്റ് പ്രസൻറ്റ് ക്യൂ എംപ്റ്റി അല്ലെങ്കിൽ പോലും ആകെ ഉണ്ടായിരുന്ന അവസാനത്തെ എലമെൻറ്റും കൂടെ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്താൽ പിന്നീട് ക്യൂ എന്താവും? എംപ്റ്റി ആകും. അപ്പം നമ്മൾ ആ കണ്ടീഷൻ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ? ഇങ്ങനെ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിലവിൽ ദർ ഇസ് ഓൺലി വൺ എലമെൻറ്റ് ഇൻ ദ ക്യൂ. പിന്നെ ഡി ക്യൂ ഓപ്പറേഷൻ ഉപയോഗിച്ച് ആ ലാസ്റ്റ് എലമെൻറ്റും കൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇനിയും ഫ്രണ്ടും റിയറും ആരെയും പോയിൻ്റ് ചെയ്യുന്നില്ല, ക്യൂ ബിക്കംസ് എംപ്റ്റി എന്ന് കാണിക്കുവാനായി രണ്ട് വേരിയബിൾസിൻ്റെയും അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റേഴ്സിൻ്റെയും വാല്യൂ നമുക്ക് എന്തായിട്ട് സെറ്റ് ചെയ്യണം? 0 ആയിട്ട് സെറ്റ് ചെയ്യണം. സോ സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡിലീഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ക്യൂ വിൽ ബിക്കം എംപ്റ്റി. അതുകൊണ്ട് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു നൾ എന്ന സെറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമാണ്. ഈ സെറ്റിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത തവണ ഒരു ഡിലീഷൻ പെർഫോം ചെയ്യാൻ വരുമ്പോൾ ക്യൂവിൽ എൻട്രീസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആവത്തില്ല. അപ്പോൾ എപ്പോൾ ലാസ്റ്റ് എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാലും യു ഹാവ് ടു സെറ്റ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ഈക്വൽ ടു നൾ. ഇനിയും ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെന്ന് കരുതുക. എന്ന് വെച്ചാൽ ക്യൂ എംപ്റ്റിയുമല്ല, ക്യൂവിൽ ലാസ്റ്റ് എലമെൻറ്റുമല്ല ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? ക്യൂവിൽ ഒരുപാട് എലമെൻറ്റുകളുണ്ട്, അതിൽ ഫ്രണ്ട് എലമെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യുകയും വേണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് തേർഡ് കണ്ടീഷനാണ് ട്രൂ ആകുന്നതെങ്കിൽ ക്യൂ എംപ്റ്റിയുമല്ല, ക്യൂവിലെ ലാസ്റ്റ് എലമെൻറ്റുമല്ല ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യൂവിൽ കുറേ എലമെൻറ്റുകളുണ്ട്, അതിൽ ഫ്രണ്ട് പൊസിഷനിലിരിക്കുന്ന എലമെൻ്റാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും അത്? നമ്മൾ എഴുതും ഐ എന്ന് പറയുന്നൊരു വേരിയബിളിനകത്തോട്ട് ഞാൻ
ക്യൂവിൻ്റെ ഫ്രണ്ട് പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റിനെ മൂവ് ചെയ്യുകയാണ് അല്ലേ. ക്യൂവിൻ്റെ ഫ്രണ്ട് പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ്, ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഫ്രണ്ട് പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ്, അതിനെ ഐ എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് മൂവ് ചെയ്തു. വിച്ച് മീൻസ് ഐ ആം റിമൂവിങ് ദ ഫ്രണ്ട് എലമെൻറ്റ് ഫ്രം ദ ക്യൂ. ഒരെലമെൻറ്റ് ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് പെർഫോം ചെയ്യണം? ഉടൻ തന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ കറൻ്റ്ലി ഫ്രണ്ട് എവിടെയായിരുന്നോ പോയിൻ്റ് ചെയ്തിരുന്നത് അതിൽ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യിക്കണം. അതിനുവേണ്ടി ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഡി ക്യൂ ഓപ്പറേഷൻ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ എൻ ക്യു ആൻഡ് ഡി ക്യു 2 അൽഗോരിതംസ് ആണ് നോക്കിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് എന്നുള്ളത് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോ കണ്ടതിന് ശേഷം വേണം ഇത് നോക്കാനായിട്ട്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിഥിങ്. താങ്ക് യു.